വെള്ളം ഇല്ലാഞ്ഞിട്ടുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. വെള്ളം വേറെ വീട്ടിൽ നിന്ന് ടാങ്കിലേക്ക് ചെറിയ പൈപ്പിട്ട് പിടിച്ചിട്ട് ഇവിടുന്ന് മുക്കി കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയായി ഞങ്ങൾക്ക് വെള്ളമില്ലാണ്ടായിട്ട്. മഴയാണ് സംഭവം, ശരിയാണ്, മഴയാണ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ വെള്ളമല്ല വീട്ടിൽ. മിന്നുവിന് ഐനൂസിനെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞയച്ചു. കാരണം ഇവിടെ വെള്ളമല്ലാണ്ട് ഓരോ നിർത്തിയിട്ട് അവർക്ക് കാര്യങ്ങളൊന്നും നടക്കണില്ല. ഓരോ പാത്രത്തിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് വെള്ളം. വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. മോട്ടർ കംപ്ലൈൻ്റ് ആയതാണ്. പഞ്ചായത്തിൻ്റെ മോട്ടർ ആയതുകൊണ്ടും ഞങ്ങൾ 7-8 കുടുംബം ഒരുമിച്ചെടുക്കുന്ന വെള്ളം ആയതുകൊണ്ടും 10 കുടുംബം ഉണ്ടല്ലേ മാ. അപ്പം അത് കാരണം തന്നെ ഇനിയിപ്പോൾ മോട്ടർ റെഡി ആവണമെങ്കിൽ പഞ്ചായത്തിന് പാസ്സാവണം. അപ്പോൾ അതുവരെ ഇനി വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ ഏറ്റി കളിക്കണം. അപ്പോൾ ഞാൻ വർക്കിന് പോകാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഉമ്മച്ചി പറഞ്ഞു, ഉമ്മച്ചി കാലിന് വയ്യ, വെള്ളം എടുത്ത് ഒഴിച്ചുണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി ഒഴിക്കുകയാണ്. എന്താ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞേ? മോട്ടർ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിന്ന് പാസ്സാവണം. മുനിസിപ്പാലിറ്റിന്ന് പാസ്സായിട്ട് ആ മോട്ടർ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്ത് തരണം. പഞ്ചായത്തിൻ്റെ കിണറായതുകൊണ്ട് നമുക്ക് സ്വന്തം മോട്ടർ വാങ്ങി വെക്കാനൊന്നും പറ്റൂല. എനിക്കാണെങ്കിൽ വർക്കുണ്ട്. വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അന്നേരമാണ് അമ്മ പറയുന്നത് ഇങ്ങനെ വെള്ളമില്ല, വെള്ളം വേണമെന്ന്. അതറിഞ്ഞുമ്മ. ബാക്കി വെച്ചെടുത്തൊക്കെ ഞാൻ പോട്ടെ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടക്കാണ് ഇങ്ങനെ കേൾക്കണത്. അപ്പം മിന്നും മോനും ഇന്നലെ പോയി. ഒരു രണ്ടാളും ഇന്നലെ രാത്രി ഒരു രണ്ടാളെയും പറഞ്ഞയച്ചു. അവളമ്മയും മാമനും വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വേണം എനിക്ക് പോകാൻ. ഞാൻ ഡ്രസ്സൊന്നും മാറിയിക്കില്ല കേട്ടോ, അതേ നിൽക്കുകയാണ്. എന്നാണെങ്കിൽ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് നല്ല വർക്കാണ്. അപ്പോൾ ഇന്നിനി അതിൻ്റെ ബാലൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു വീഡിയോ കാണാം. രാവിലത്തെ ചായ കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ചായ കുടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ 8 മണിയായിട്ടോ സമയം. ഇപ്പോൾ 8 മണിയായി. ഇനി ഇവിടുന്ന് ചായയും കുടിച്ച് ബത്തേരി ടൗണിലെത്താം. ബത്തേരി ടൗണിനടുത്ത് തന്നെയാണ് വർക്ക്. അപ്പോൾ ഇന്ന് വർക്കിൻ്റെ വീഡിയോ ജസ്റ്റ് ഞങ്ങളെ കാണിക്കാം കേട്ടോ. എന്താണ് വർക്ക് കാര്യങ്ങൾ നമുക്ക് അറിയാം, എന്നാലും കുറച്ച് ഹെവി വർക്കാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അമ്മച്ചി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിക്കത്തെ ലേശം ചെമ്മീൻ കറി ഉണ്ട്. അപ്പം ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. രാവിലെയൊക്കെ ഞാൻ ചായ കുടിക്കില്ലല്ലോ, അപ്പോൾ വെള്ളം മാത്രമാണുള്ളത്. ഇതായിരുന്നു അമ്മച്ചി കുളിക്കാ? ആ, അമ്മച്ചൻ്റെ കുളിക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു മിന്നുവിൻ്റെ കുളിക്കാണ്. അവർ ഇന്നലെ പോയതും കൊണ്ടേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ചായ കുടിക്കട്ടെ. അമ്മാ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ആ പൈപ്പ് ആ ഊരിയിട്ട് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടി അടുത്തേക്ക് ഇട്ടിട്ട് അവിടുന്ന് പിടിച്ചാൽ മതി. വെള്ളം ഏറ്റാൻ നിൽക്കണ്ട, വെള്ളം ലീക്കാവുന്നില്ല. ഞാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. ആ ഹെൽത്ത് വാലി എന്ന് പോവാം. ഞാൻ പോയി വാങ്ങാം. മോൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോയി വാങ്ങണം. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോയി. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇവിടെയാണ് ഇന്ന് എനിക്ക് വർക്ക് കിട്ടാം. ഇതൊക്കെ ഇന്നലെ വിരിച്ചു പോയതാണ്. അമ്മാ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ആ പൈപ്പ് ആ ഊരിയിട്ട് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടി അടുത്തേക്ക് ഇട്ടിട്ട് അവിടുന്ന് പിടിച്ചാൽ മതി. വെള്ളം ഏറ്റാൻ നിൽക്കണ്ട, വെള്ളം ലീക്കാവുന്നില്ല. ഞാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. ആ ഹെൽത്ത് വാലി ഒന്ന് പോവാം. ഞാൻ പോയി വാങ്ങാം. മോൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോയി വാങ്ങണം. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോയി. ഇതാണ് നമ്മുടെ സൈറ്റ്.
ഇവിടെയാണ് ഇന്ന് എനിക്ക് വർക്ക് കേട്ടോ. ഇതൊക്കെ ഇന്നലെ വിരിച്ചു പോയതാണ്.
ഇന്ന് രാവിലെ വന്നിട്ട് വിരിക്കാൻ തുടങ്ങിയ ലൈനാണ് കേട്ടോ ഇത്. ഈ 2 ലൈനാണ് ഇന്ന് രാവിലെ ഞങ്ങൾ വിരിച്ചത്. 3ാമത്തെ ലൈൻ ഇതാ വിരിച്ച് വരുന്നുണ്ട്. ഒരാൾ അപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. വലിയ വീടാണ് കേട്ടോ. ഇവിടെ ബത്തേരി ടൗണിൽ തന്നെയാണ്. ബത്തേരി ചീലാർ റൂട്ടിലാണ്, പട്ടർപടി പള്ളിയുടെ അടുത്ത്. ഏകദേശം 3600 സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഉള്ളത്. ഇത് നമ്മളിവിടെ വയനാട്ടിൽ ഇവിടെ സുൽത്താൻ ബത്തേരി നമ്മൾ ചെയ്യണത് 132 രൂപയ്ക്കാണ് കേട്ടോ. ബാംഗ്ലൂർ സ്റ്റോണാണ്, 4-2-ൻ്റെ ബാംഗ്ലൂർ സ്റ്റോണ്. ഇതുപോലത്തെ വർക്കുകളൊക്കെ ആർക്കെങ്കിലും വയനാട്ടിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. നല്ല മാന്യമായ റേറ്റിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഫ്രണ്ടിൽ നിന്നൊരു 80% വിരിച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഗാർഡനുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഈ വിട്ടിട്ടുള്ളത്. ഇവിടെയും പറഞ്ഞ പോലെ തന്നെ സൈഡൊക്കെ ഗാർഡനാണ് വരുന്നത്. ഈ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. 4-2-ൻ്റെ കല്ലായിരുന്നു കേട്ടോ. ഇത് ഒന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ലേശം പാടുപെട്ടു. കാരണം ഈ വീടിൻ്റെ ചുറ്റും മതിൽ കെട്ടിയതുകൊണ്ട് തന്നെ സാധനം ഇങ്ങോട്ടേക്ക് എത്തിക്കിട്ടാൻ ലേശം പാടുപെട്ടു. ഇനിയിപ്പോൾ ഇവിടേക്കാണ് ഇനി വിരിച്ച് തുടങ്ങാനുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇനി വിരിക്കാനുള്ളത്. ഇതാണ് കേട്ടോ ബാംഗ്ലൂർ സ്റ്റോണാണ് നമ്മൾ വിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള കല്ലാണ്. 2 സൈഡും വേണ്ട, 2 സൈഡും മെഷീൻ കട്ട് വരുന്ന കല്ലാണ് നമ്മൾ വിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഫുള്ള് ചളിയിലൊക്കെ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മിന്നും മോനും നാട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരലുണ്ടാവുള്ളൂ. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റാണ്. വീട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ടും ആണ് അവർ പോയത്. പിന്നെ അളിയും വന്നിട്ടുണ്ട് ദുബായിൽ. അപ്പോൾ അതും ഒരു പർപ്പസാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.